എന്നാൽ ഈ അടുത്ത കാലത്ത് ശാരീരികമായ ക്ലേശങ്ങൾ വർദ്ധിച്ചപ്പോൾ ആവശ്യമായ വൈദ്യ ശുശ്രൂഷകളൊക്കെയും നൽകി തൻ്റെ പിതാവിനെ ശുശ്രൂഷിപ്പാൻ പ്രിയ മകന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. അങ്കച്ചായൻ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളിലും തിരുവനന്തപുരത്തായാലും വഴിയിലും യാത്ര ചെയ്യാവുന്ന കാലമൊക്കെ കടന്നു വന്ന് നല്ല ആലോചനകളും തീരുമാനങ്ങളും തന്ന് ഞങ്ങളെ നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ള സന്തോഷത്തിൽ ഓർക്കുക. എന്നാൽ സമയമായപ്പോൾ നമ്മൾ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് സർവശക്തനായ ദൈവം ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കും. അത് അങ്കച്ചായൻ മാത്രമല്ല, നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിന്നിൽ എല്ലാവർക്കും അനുഭവമാകുന്ന ഒരു കാര്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ജനനം ഉണ്ടെങ്കിൽ ഒരു മരണമുണ്ട്. അത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ചെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അങ്കച്ചായനെ പ്രിയ സർവശക്തനായതും പേർ ചൊല്ലി വിളിച്ചു. അങ്കച്ചായൻ ശബ്ദം കേട്ടു. ഇവിടെ നിന്നും ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോഴും നമ്മളെ സംസാരമൊക്കെയും കേൾക്കുന്നത് പോലെ മരണം ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. എന്നാൽ അതൊരു പ്രൊമോഷൻ കൂടിയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്കച്ചായൻ ആ ശബ്ദം കേട്ട് തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന പോലെ വിശ്വാസം കാത്തു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ നീതിയുടെ കിരീടം പ്രാപിക്കാനായി പ്രിയപ്പെട്ടവൻ കടന്നു പോയിരിക്കുന്നു എന്നുള്ളതും സന്തോഷത്തോടൊപ്പം. അതുകൊണ്ട് നമുക്ക് ദുഃഖവും പ്രയാസവും ഒരു വശത്തുണ്ടെങ്കിൽ തന്നെയും മറു സൈഡിൽ പ്രത്യാശയുടെ അനുഭവം നമുക്ക് സർവശക്തനായ ദൈവം നൽകി തന്നിട്ടുണ്ട്. പ്രത്യാശയോടെ പ്രിയദാസനെ സന്തോഷത്തോടുകൂടെ യാത്ര അയക്കാം. അതിന് കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, ചാർച്ചപ്പെട്ട എല്ലാവരെയും സർവശക്തനായ ദൈവം ശക്തീകരിക്കും, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ സ്വർഗത്തിന് മനുഷ്യർക്ക് കൊടുക്കാനോ എടുക്കാനോ സാധ്യമല്ലാത്ത ദിവ്യമായ സ്നേഹം എല്ലാവരുടെ മേലും ഭാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആദര സൂചകമായി ശ്രീ രാജു കുടുംബാംഗങ്ങളും ചേർന്ന് റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. ഗായക സംഘം ഇപ്പോൾ ഒരു പാട്ടിൻ്റെ 2 സ്റ്റേജ്